നേരെ എൻ്റെ അടുത്തേക്ക് വന്നു. ആ 12 ദിവസമായിട്ട് സ്വാമി എന്നെ കണ്ടു കാണിച്ചിരുന്ന ആൾ നേരെ വന്നു. അപ്പോൾ ഞാൻ വേഗം ലെറ്റർ കൊടുത്തു. യു ഗെറ്റ് ഇൻ ടു മൈ ഇൻ്റർവ്യൂ. എന്താ പറഞ്ഞ്, പ്ലീസ് ആസ്ക് മീ ടു ഗെറ്റ് ഔട്ട് ഫ്രം ശാന്തി നിലയം എന്നുള്ളതിന് സ്വാമി ഇംഗ്ലീഷിൽ പറഞ്ഞു, യു ഗെറ്റ് ഇൻ ടു മൈ ഇൻ്റർവ്യൂ റൂം. അതങ്ങൾ സേവിക്കുന്ന സമയത്ത് സ്വാമി പറഞ്ഞു, നോ മോർ ലിവർ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു സ്വാമി ഒരു വാക്ക്. ഞാൻ ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. മദ്രാസിലായിരുന്നു. 1973 അവിടെ ഞങ്ങളൊരു എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട്സ് ക്വാളിറ്റി ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ ദ എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട്സ്, ഞാൻ അതിലാണ് മദ്രാസിൽ വർക്ക് ചെയ്തിരുന്നത്. അവരുടെ റീജിയണൽ ഓഫീസിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. 73 ഞങ്ങളുടെ ഓഫീസ് ഒരുവിധം എല്ലാ പോർട്ടിലുണ്ട്. പോർട്ട്സ് ഇൻ ഇന്ത്യ. എന്നുവെച്ചാൽ ഈ എക്സ്പോർട്ട് ഇമ്പോർട്ടിൻ്റെ ക്വാളിറ്റി ഇൻസ്പെക്ഷൻ ഞങ്ങൾ പോയിട്ട് ക്വാളിറ്റി എടുത്ത് ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഈസ് വാലിഡ് ഫോർ ദി എക്സ്പോർട്ട് പർപ്പസ്. വാലിഡിറ്റി ഞങ്ങളുടെ സർട്ടിഫിക്കറ്റിന് മുകളിൽ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പോൾ എനിക്ക് 73 ഒരു ട്രാൻസ്ഫർ ബെല്ലാരിക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ബെല്ലാരിയിലത്തെ ആളെ ഗോവയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഗോവയിലത്തെ അങ്ങനെ എല്ലാവരും അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 10 ദിവസത്തിൽ ജോയിൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു എൻ്റെ റീജിയണൽ മാനേജർ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, 73 ഒന്ന് പുട്ടപരുത്തി പോയി സ്വാമിയുടെ അടുത്ത് ഞാൻ ഹെഡ് ചെയ്യാൻ പോവാണ് അവിടുത്തെ മാനേജറായിട്ട്. അപ്പം സ്വാമിയുടെ ഇന്ന് അനുഗ്രഹം മേടിച്ചിട്ട് കോഴിക്കോട്ട് പോയിട്ട് അച്ഛനും അമ്മയും അവിടെയാണ്. അപ്പോൾ അവരുടെ ഇന്നും അനുഗ്രഹം മേടിച്ചിട്ട് ഞങ്ങൾ അതിൻ്റെ മുമ്പേ വരാം. ഞാൻ ഐ വിൽ റീച്ച്. പറഞ്ഞു, ഡോണ്ട് വറി അബൌട്ട് ഞാൻ എന്താണ് പോവാനുള്ള ഏർപ്പാടൊക്കെ കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യത്തൊക്കെ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞു. നേരെ പിറ്റേ ദിവസം തന്നെ ഞാൻ മദ്രാസിലായിരുന്നു. മദ്രാസിൽ ഇവിടെ എത്തി. ഇവിടെ എത്തിയിട്ട് വൈകുന്നേരം മറ്റേ എത്തിയത്. പിറ്റേ ദിവസം രാവിലെ സ്വാമി 6:30 അന്നൊക്കെ വരിക ദർശനത്തിന്. അപ്പം പുറത്തിരിക്കുന്ന കാലമായിരുന്നു. 73 ഞങ്ങളൊക്കെ പുറത്തിരിക്കാം. അപ്പോൾ സ്വാമി അടുത്തുകൂടെ വന്നിട്ട് ചോദിച്ചു, ഒരു സാധാരണ ചോദിക്കുന്ന ചോദ്യമല്ല ചോദിച്ചത്. അല്ലെങ്കിൽ എപ്പോൾ വന്നു, ഫാമിലി വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അച്ഛനും അമ്മയും കൊണ്ടുവന്നിട്ടുണ്ടോ, അങ്ങനെ നീ എപ്പോൾ തിരുപ്പി പോരാറ് എന്ന് ചോദിച്ചു. ആരെങ്കിലും ഒരാൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നിങ്ങൾ എപ്പോഴാണ് തിരിച്ചു പോകണമെന്ന് ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും? എപ്പോൾ തിരിച്ചു പോകണം. അപ്പോൾ ഞാനൊരു പർപ്പസിന് വന്നിരിക്കുകയാണ്. എനിക്ക് ഇവിടെ വന്ന് സ്വാമി ഉടനെ വിളിക്കണം, എൻ്റെ ഡിമാൻഡാണ് അതൊക്കെ. സ്വാമി വിളിക്കണം, അനുഗ്രഹം തരണം, അത് കഴിഞ്ഞ് കോഴിക്കോട്ട് പോകണം, അവിടുന്ന് അതൊക്കെ. ഇല്ല സ്വാമി, എനിക്ക് നാളേക്ക് തന്നെ പോകണം. സ്വാമിൻ്റെ അടുത്ത് പറഞ്ഞു, നാളെ പോകണം സ്വാമി എന്ന് പറഞ്ഞു. നാളേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് എന്നെ അടിക്കാൻ മാറി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല സ്വാമി എപ്പോൾ സ്വന്തം എപ്പോഴും അങ്ങനെയാണ് സ്വാമി പറയണേ ഉള്ളൂ. പക്ഷേ ഇതിപ്പോൾ ഡിമാൻഡായപ്പോൾ സ്വാമി എന്നെ ആ ഒരു എന്താ പറയുക, പഴയ ആ സ്നേഹം കൊണ്ടുള്ള ഒരു ഇതുണ്ടല്ലോ. അതുകൊണ്ട് സ്വാമി എപ്പോഴാണ് പറയുന്നത് വെച്ചാൽ അപ്പോഴേ ഞാൻ പോകുള്ളൂ. ரொம்ப സന്തോഷം എന്ന് പറഞ്ഞു 3 പ്രാവശ്യം എന്നെ തട്ടി. അതുതന്നെ സ്ഥിതി. പിന്നെ സ്വാമി പറയണ്ടേ പോകാനുള്ളത്. എനിക്ക് 10ാം ദിവസം അവിടെ ജോയിൻ ചെയ്യണം. 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, 4 ദിവസം കഴിഞ്ഞു, 5 ദിവസം കഴിഞ്ഞു. ദർശനത്തിന് വന്നാൽ തിരിഞ്ഞു നോക്കില്ല, എന്നെ ഒഴിവാക്കും. അത് കഴിഞ്ഞ് അകത്ത് പോയി ഭജന ചെയ്യുമ്പോൾ സുഖമായിട്ട് സ്വാമി എൻജോയ് ചെയ്യും. 8ാം ദിവസവും 9ാം ദിവസവും ആകുമ്പോഴേക്കും ഞാൻ കഴിഞ്ഞു. ഞാൻ അന്നൊന്നും ഈ മൊബൈലില്ല. ഇവിടെ ഇതിൻ്റെ ഉള്ളിലൊരു ആശ്രമത്തിൻ്റെ ഉള്ളിലൊരു ടെലിഫോൺ ഇതുണ്ട്, ചെറിയൊരു 3-4 ടെലിഫോൺ ഇങ്ങനെയുള്ള ആൾക്കാർക്ക്. ഇപ്പോൾ മദ്രാസിലേക്കൊരു ഇത് വിളിക്കണമെന്നുണ്ടെങ്കിൽ STD ഒന്നുമല്ല, ബുക്ക് ചെയ്തിട്ട് 1 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തെ മാതിരിയുള്ള ഇതൊന്നും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ വിളിക്കാൻ 1-2 പ്രാവശ്യം ഞാൻ വിളിച്ചിട്ടുള്ളൂ, അങ്ങനെ സ്റ്റക്കപ്പായിട്ട് സ്വാമിയുടെ. അപ്പോൾ റീജിയണൽ മാനേജർക്ക് അസലായിട്ട് അറിയാം, ഞാൻ ലീവ് എടുക്കുകയാണെങ്കിൽ ഞാൻ പുട്ടപർത്തിക്ക് വരാൻ മാത്രമേ ലീവ് എടുക്കുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് നല്ലോണം അറിയാം, ഒരു വീട്ടിൽ പോകാനും കൂടി ലീവ് എടുക്കില്ല, അങ്ങനെ ഒരു ഇതായിരുന്നു. സോ ഈ നോസ് ഞാൻ പറഞ്ഞു ഇങ്ങനെ സ്റ്റക്കായിട്ട് സ്വാമി പെർമിഷൻ തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഓക്കെ എന്ന് പറയും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും 9 ദിവസം കഴിഞ്ഞ് 10ാം ദിവസം ചെയ്യേണ്ടതല്ലേ, ഞാനൊരു ടെലിഗ്രാം കൊടുത്തു ഓഫീസിലേക്ക്. എന്താണ്, ഇപ്പോഴും എനിക്ക് വരാൻ പറ്റിയിട്ടില്ല, ഐ ആം സ്റ്റിൽ ഇൻ പുട്ടപർത്തി എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് എനിക്ക് ജോണ്ടിസ് ഉണ്ടായിരുന്ന കാലമായിരുന്നു. മദ്രാസിൽ ഞാൻ എൻ്റെ മൂത്ത സിസ്റ്ററുടെ കൂടെ താമസിച്ചിരുന്നത്. അപ്പോൾ കുറച്ച് സീരിയസ് ആയിരുന്നു എനിക്ക്. അപ്പോൾ അന്ന് ഞങ്ങളുടെ ഇപ്പോൾ ഒരു രമണി എന്ന് പറഞ്ഞിട്ട് മദ്രാസിൽ ഓൾ ഇന്ത്യ വൈസ് പ്രസിഡൻ്റൊക്കെ ആയിരുന്നല്ലോ രമണിയുടെ അച്ഛൻ നാഗരാജൻ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്. വളരെ ഫിസിക്കലി ക്ലോസ് ആയിട്ടാണ്. സ്വാമീനെ രാവിലെയും വൈകുന്നേരം കാണണം, സ്വാമിക്ക് കാണണം ദിവസേന. അങ്ങനെയാണ്. ഒരു പുട്ടപർത്തിയിൽ വന്നാൽ ദിവസേന രാവിലെയും വൈകുന്നേരം വിളിക്കും.
അതുമാതിരി വൈറ്റ് ഫീൽഡിലാണെങ്കിലും വിളിക്കും. അദ്ദേഹം പക്ഷേ മദ്രാസിലാണ്, മദ്രാസിൽ നിന്ന് വരിക ചെയ്യുക. അപ്പോൾ നാഗരാജൻ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ സുഖമില്ലായിരുന്നു. നാഗരാജൻ എന്നിട്ട് ഒരു ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയി. അന്ന് ബാംഗ്ലൂരുണ്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസ്, പിന്നെ മദ്രാസിലുണ്ട്, കേരളയിലുണ്ട്. അദ്ദേഹം ഈ മെഡിക്കൽ ഏതോ ഒരു വലിയ കമ്പനിയുടെ സോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇൻ മദ്രാസ് സ്റ്റേറ്റ് ആൻഡ് കേരള സ്റ്റേറ്റ്, കർണാടക സ്റ്റേറ്റിൻ്റെ ഒക്കെ അത്ര വലിയൊരാളാണ് അയാൾ. അപ്പോൾ അദ്ദേഹമാണ് എന്നെ കൊണ്ടുപോയിട്ട് നല്ലൊരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കാണിച്ച്. അദ്ദേഹം ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു, ഈ മരുന്നുകൾ തന്നിരുന്നു, ഭക്ഷണത്തിൽ വളരെ റെസ്ട്രിക്ഷൻസൊക്കെ ആയിരുന്നു. ആ സമയത്താണ് എനിക്ക് ബെല്ലാരിക്ക്, അന്ന് ഞാൻ മാരി ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ ബെല്ലാരി എന്ന് പറയുന്ന സമയത്ത് ആന്ധ്ര തന്നെയാണ്, ഭയങ്കര എരിവും ഇതൊക്കെയാണ്. നമ്മളെവിടെയെങ്കിലും ഹോട്ടലിൽ നിർത്തിയില്ലൂ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ മനസ്സിലുണ്ടായിരുന്നു. ആ സമയത്താണ് വന്നപ്പോൾ. പക്ഷെ അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒന്നുമില്ല, സൗത്ത് ഇന്ത്യൻ ക്യാൻറ്റീൻ മാത്രമേ ഉള്ളൂ. 10ാം ദിവസം ഞാൻ കസ്തൂരിയുടെ അടുത്ത് പോയി, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ പറഞ്ഞ് ഞാൻ കുടുങ്ങിയിരിക്കുകയാണ്. കസ്തൂരി കഥ മുഴുവൻ കേട്ടു. ഞാൻ ഇതിൽ ഇൻ്റർഫിയർ ഇല്ല മോനെ എന്ന് പറഞ്ഞു. അപ്പം എന്താ നീ എന്നല്ലേ പറഞ്ഞ സ്വാമി എപ്പോഴാണ് പോകാൻ പറഞ്ഞു വെച്ചാൽ അപ്പോഴേ ഞാൻ പൂളൂ എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ സ്വാമി എൻ്റെ മേക്കെട്ട് കയറും. കസ്തൂരി മലയാളിയാണല്ലോ, മലയാളത്തിൽ തന്നെ സദ്യ സംസാരിച്ച്. എനിക്ക് ചീത്ത കേൾക്കാൻ വയ്യ, പക്ഷെ നീ ഒന്നും പേടിക്കണ്ട. അതാണ് ആ ഒരു ഫാദർലി നിലയിൽ സംസാരിച്ചു. നീ ഒന്നും പേടിക്കണ്ട, നിനക്കൊന്നും സംഭവിക്കില്ല. ഞാൻ പറഞ്ഞു എൻ്റെ ജോലി തന്നെ ഉണ്ടാവുമെന്ന് അറിയില്ല എനിക്ക്. എന്നുവെച്ചാൽ ഒരു പ്രൊമോഷനായിട്ട് പോകുന്ന സമയത്ത് ഇത്രയും ഒരു ഇറസ്പോൺസിബിലിറ്റി കാണിച്ചു എന്ന് പറയുന്ന സമയത്ത് ഇത് എൻ്റെ ഒരു മാത്രമല്ല, പിന്നെ അവിടുന്ന് അങ്ങനെയുള്ള ആ ഒരു കണ്ണിയായിട്ട് ഇങ്ങനെ ഓരോരുത്തർ, അപ്പം ഗോവയിലേക്ക് പോകണം, അവിടുത്തെ ആൾ റിലീവ് ചെയ്യണം, ഗോവയിൽ പോകണം, അങ്ങനെ അതുകൊണ്ട് പേടിയാണ് എനിക്ക് ജോലി. എന്തെങ്കിലും സ്വാമി കണ്ടിട്ടുണ്ടാവും, അതായിരിക്കും. ഒന്നും പേടിക്കണ്ട, സ്വാമി വിളിക്കും, ഒന്നും വേണം. അങ്ങനെ എന്നെ സമാധാനപ്പെടുത്തിയിട്ട് കൊണ്ടുവരുന്നത്. 12ാം ദിവസം ഞാൻ സ്വാമിക്ക് ഒരു എഴുത്ത് തലേ ദിവസം എഴുതി വെച്ചു. എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ അവിടെ പൂജിക്കുന്ന സ്വാമിയുടെ ഒരു ഫോട്ടോ ഉണ്ട്, ആ ഫോട്ടോനെ അവിടെ സമർപ്പിച്ചു. സ്വാമി അതിൽ ഞാൻ എന്താ എഴുതിയിട്ടുള്ളത് ഞാൻ വിസ്തരിച്ചതിന് പറയല്ല. എന്താ എഴുതിയത്? പ്ലീസ് ആസ്ക് മീ ടു ഗെറ്റ് ഔട്ട് ഫ്രം പുട്ടപരുത്തി. ആ ഒരു വാക്കാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. പ്ലീസ് ആസ്ക് മീ ടു ഗെറ്റ് ഔട്ട് ഫ്രം ശാന്തി നിലയം എന്ന് പറഞ്ഞിട്ട് അത് എഴുതിയിട്ട് അവിടെ വെച്ചു. നാമം കഴിഞ്ഞ് നമസ്കരിച്ച് ആ കടലാസ് കൊണ്ടുവന്നു. സ്വാമിക്ക് കൊടുക്കണമല്ലോ, അത് ഇതാണല്ലോ എഴുതിയിട്ടുള്ളത്. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ച് പുറത്താക്കിയാൽ മതി. എൻ്റെ ഉദ്യോഗമല്ലേ എനിക്ക് വലുത്, ഇതൊന്നുമല്ല ഇപ്പോൾ അത് കാര്യം. എൻ്റെ ഉദ്യോഗം അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. പോയി അവിടെ പോയിരുന്നു. നേരെ എൻ്റെ അടുത്തേക്ക് വന്നു. ആ 12 ദിവസമായിട്ട് സ്വാമി എന്നെ കണ്ടു കാണിച്ചിരുന്ന ആൾ നേരെ വന്നു. അപ്പോൾ ഞാൻ വേഗം ലെറ്റർ കൊടുത്തു. യു ഗെറ്റ് ഇൻ ടു മൈ ഇൻ്റർവ്യൂ റൂം. എന്താ പറഞ്ഞാൽ പ്ലീസ് ആസ്ക് മീ ടു ഗെറ്റ് ഔട്ട് ഫ്രം ശാന്തി നിലയം എന്നുള്ളതിന് സ്വാമി ഇംഗ്ലീഷിൽ പറഞ്ഞു യു ഗെറ്റ് ഇൻ ടു മൈ ഇൻ്റർവ്യൂ റൂം. ആ സമയത്ത് ഒരു എന്താണ് എനിക്കുള്ള ഘനം കുറഞ്ഞു പോയത് അറിയില്ല. ഞാനൊരു പഞ്ഞി മാതിരി, അത്ര മനസ്സിൽ വിഷമമുണ്ടായിരുന്നു. ഇതുകൊണ്ട് പറഞ്ഞപ്പോൾ അവിടെ അകത്ത് കയറി. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ഈ പ്രൊമോഷൻ്റെ കാര്യമൊക്കെ പറയാൻ വിട്ടുപോയി. എന്താ വെച്ചാൽ ഇത് കാരണം പ്രൊമോഷൻ കിട്ടി, ഇത് അനുഗ്രഹിക്കണം, ഈ വകയൊക്കെ പറയാൻ വിട്ടു. ഞാൻ പറയാൻ പുറപ്പെട്ടത് എന്താ വെച്ചാൽ എൻ്റെ ലിവർ കംപ്ലയിൻ്റ് എന്ന് പറയാൻ പറ്റില്ല. എന്ന് പറയുമ്പോഴേക്ക് എന്നെ സ്വാമി പറഞ്ഞു ചുപ്പ് എന്ന് പറഞ്ഞു. സ്വാമി ഞാൻ പറയാമെന്ന് പറഞ്ഞു. സ്വാമി കംപ്ലീറ്റ് പറഞ്ഞു. നാഗരാജനാണ് നിന്നെ കൊണ്ടുപോയത്, ഇന്ന ഡോക്ടറെ അടുത്താണ് കൊണ്ടുപോയത്, ജനറൽ ഫിസിഷ്യനാണ്, ഇന്ന ഇഞ്ചക്ഷനാണ് നീ ചെയ്യണത്, ഇന്ന മരുന്നുകളാണ് കഴിക്കണത്, ഭക്ഷണം ഒന്നും കഴിച്ചിരുന്നില്ല അവൾക്ക്. ഇന്ന് 12 ദിവസം നീ എൻ്റെ എരിവും എണ്ണയൊക്കെ കൂട്ടിയിട്ട് ഇതൊരു കൂട്ടിയതല്ലേ, എനിക്ക് നോക്കണ്ടേ നിന്നെ. എന്നിട്ട് സ്വാമി അപ്പം തന്നെ മെറ്റീരിയലൈസ് ചെയ്തിട്ട് വിഭൂതി തന്നു. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു ഞാൻ ഇവിടുന്ന് നേരെ കോഴിക്കോട്ട് പോയിട്ട് അച്ഛൻ്റെ അമ്മയുടെ എനിക്ക് കുറച്ച് അച്ഛനും അമ്മയ്ക്കും കൊടുക്കാം, കുറച്ച് നല്ലോണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ എടുത്തു വെക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ വെച്ചു. നീ പൂരാ സാപ്പിടുന്നു പറഞ്ഞു എന്നോട്. അപ്പം ഞാൻ അപ്പം തന്നെ മുഴുവനെ അതങ്ങോട്ട് സേവിക്കുന്ന സമയത്ത് സ്വാമി പറഞ്ഞു നോ മോർ ലിവർ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു സ്വാമി ഒരു വാക്ക്. ഇത് 73 നടന്ന സംഭവം. 83, 93, 103, 110, 123, 52 കൊല്ലം കഴിഞ്ഞു. ഇപ്പോഴും എൻ്റെ യൂഷ്വൽ ചെക്കപ്പ് നോർത്തില്ലെങ്കിൽ ലിവർ ഒരു ഡോക്ടർ പറയുകയും ചെയ്തു 45 വയസ്സിൻ്റെ ലിവറാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് പറയണത്. നോക്കൂ, ഒരു സെക്കൻഡേ സ്വാമിക്ക് വേണ്ടി വന്നിട്ടുള്ളൂ. അത് മാറ്റി തന്നു, ലിവറിൻ്റെ മാറ്റി തന്നു. ഇതേമാതിരി എനിക്ക് വയറിൻ്റെ പ്രോബ്ലം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ വയറിൻ്റെ അപ്പോൾ ആ സമയത്തല്ല, അവിടെ വയറിൻ്റെ പ്രോബ്ലം വന്നപ്പോൾ അത് നിൻ്റെ ഫാമിലി പ്രോപ്പർട്ടിയാണ് വെച്ചിക്കോ എന്ന് പറഞ്ഞു സ്വാമി.
അവനെ ഒങ്കട്ടെ വെച്ചുക്കോ തോന്നുന്നു. അതൊന്നും ഞാൻ അനുഭവിക്കുന്നുണ്ട്. ബിക്കോസ് നമുക്കറിയില്ല എന്താണ് സ്വാമി മാറ്റിത്തരുന്നത്. എത്രയോ പേരുടെ ക്യാൻസർ മാറ്റിയിട്ടുണ്ട് അല്ലേ, ചിലവരുടെ കണ്ടു നടിക്കില്ല. അങ്ങനെ അതൊരു കഥയുണ്ട്, അതും ഞാൻ പറയാം. അപ്പോൾ അത് കഴിഞ്ഞ് മടങ്ങി കോഴിക്കോട്ട് പോയി. അന്ന് വേറെയും പേഴ്സണലായിട്ട് എനിക്ക് വളരെയധികം സന്തോഷം തരാന്നൊക്കെയുള്ള ചില അനുഭവങ്ങളൊക്കെ എനിക്കുണ്ടായി, സ്വാമി തന്നു. അത് കഴിഞ്ഞ് മടങ്ങിപ്പോയി അച്ഛനെയും അമ്മയും നമസ്കരിച്ചു, വിവരമൊക്കെ പറഞ്ഞു. അങ്ങനെ അപ്പോൾ എന്നോട് സ്വാമി പറഞ്ഞു, ഓണത്തിന് ഇത് വന്നത് ഓണത്തിൻ്റെ മുമ്പേയാണ് ഞാൻ വന്നിരുന്നത്, ഒരു 2 മാസം മുമ്പേ മറ്റേ വന്നിരുന്നത്. ഓണത്തിന് അച്ഛനെയും അമ്മേനെയും എല്ലാവരും കൂട്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. വെച്ചാൽ അതിൻ്റെ മുമ്പേ വേറെ 1-2 പേഴ്സണലായിട്ടുള്ള ഭയങ്കര സന്തോഷമായിട്ടുള്ള ചില കാര്യങ്ങൾ സ്വാമി പറഞ്ഞ് എനിക്ക് തന്നിരുന്നു. അപ്പോൾ അച്ഛനെയും അമ്മയും എല്ലാവരും കൂട്ടി കൊണ്ടുവരും, ബ്രദേഴ്സ് എല്ലാവരും കൂട്ടി വരും ഓണത്തിന്. അപ്പോഴേ വളരെ സന്തോഷമായി. ഇത് കഴിഞ്ഞ് മദ്രാസിലെത്തിയ ശേഷം ഹൗ ടു ഫേസ് മൈ ബോസ്. 10 ദിവസത്തിനുള്ളിൽ ജോയിൻ ചെയ്യുന്ന ആൾ 15 ദിവസം കഴിഞ്ഞിട്ടാണ് കയറി വരുന്നത്. എനിക്ക് അദ്ദേഹത്തിൻ്റെ ക്യാബിനിലേക്ക് പോകാൻ തന്നെ ഭയങ്കര മടി. അവിടെ ഇരുന്നു. ഈ സ്റ്റാഫ് വേറെ 5-8-10 പേരുണ്ട്, അവരൊന്നും എൻ്റെ മുഖത്തേക്ക് അങ്ങനെ നോക്കണമില്ല. ആ സമയത്ത് എൻ്റെ മനസ്സിൻ്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്ര ഉത്തരവാദിത്തം ഇല്ലാതെ ഉള്ള. അപ്പോൾ ചീഫ് അക്കൗണ്ടൻറ്റ് പറഞ്ഞു, എന്നാ സാർ പ്രൊമോഷൻ എല്ലാം உங்களுக்கு കൊടുത്തിട്ട് നിങ്ങൾ എന്തമാതിരില്ല പണിന, അവർക്കിപ്പോൾ എന്താ ഉള്ളത്, സ്വാമി സമ്മതിച്ചില്ല എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് വല്ലതും ഉണ്ടോ? ഒരു വസ്തുവില്ല അവർക്ക്. ഇതൊക്കെ പറഞ്ഞാൽ അവിടെ ഇരിക്കുക വേണ്ടത് എന്നുള്ള മാതിരി ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാനില്ല, എനിക്ക് യാതൊന്നും മിണ്ടാനില്ല. രണ്ടും കൽപ്പിച്ച് പിറ്റേ ദിവസം ഞാൻ അവിടെ പോയി. അന്ന് പോയില്ല, പിറ്റേ ദിവസം പോയി. ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു. ഇയാളൊക്കെ കേട്ടു കേട്ടോ, എല്ലാം കേട്ടോ. ദാറ്റ്സ് ഓൾ റൈറ്റ് എന്ന് പറഞ്ഞു. ഒടുവിൽ ഞാൻ പറഞ്ഞു, നെക്സ്റ്റ് മന്ത് അച്ഛനെയും അമ്മേനെയും കൂട്ടിയിട്ട് എല്ലാവരും വരാൻ പറഞ്ഞിട്ടുണ്ട് സ്വാമി, ഓണത്തിന് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ യു ക്യാൻ ഗോ എന്ന് പറഞ്ഞു എന്നോട്. അത് പെർമനൻറ്റ് ഗോ ആണോ എന്ന് എനിക്കറിയില്ല. എന്നുവെച്ചാൽ എപ്പോഴാണ് ഞാൻ ഇനി പോകേണ്ടത് ബെല്ലായിരിക്കുക എന്നുള്ളത് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല അദ്ദേഹം. എനിക്ക് ചോദിക്കാൻ അതിലേറെ ഒരു എന്താ പറയുക, എങ്ങനെയാണ് ചോദിക്കുക എന്നുള്ളത്. ഞാൻ എന്നിട്ട് പുറത്തേക്ക് വന്നിരുന്നു. അങ്ങനെ ഒന്നും പിന്നെ സംസാരിച്ചില്ല. അപ്പോൾ ഇവരെ ചോദിച്ചു, എപ്പോഴാണ് പോകണം. ഞാൻ പറഞ്ഞു, എന്നോടൊന്നും സംസാരിച്ചിട്ടില്ല പറഞ്ഞു ഞാൻ ചോദിച്ചു, അവിടുത്തെ സ്ഥിതി എന്താ ചോദിച്ചു. അപ്പോൾ അവിടുത്തെ മാനേജറെ പറഞ്ഞിരിക്കുന്നു, അസിസ്റ്റൻറ്റ് മാനേജർ തൽക്കാലം നീ വരുന്നവരെ അസിസ്റ്റൻറ്റ് മാനേജർ ആണ് അവിടെ ഇതെടുത്തിരിക്കുന്നത്. ശരിയെന്ന് തോന്നുന്നു. പിറ്റേത്തെ മാസം വരെ ഒന്നുമില്ല, ജോലിയൊന്നുമില്ല. ഇവിടുന്ന് പണിയൊക്കെ വിട്ടു, ഒന്ന് റിലീവ് ചെയ്തു. അത് കഴിഞ്ഞ് മറ്റേടത്തൊട്ട് ജോയിൻ ചെയ്തിട്ടുമില്ലല്ലോ. അങ്ങനെ കഴിഞ്ഞു. പിറ്റേ മാസം ആകുമ്പോൾ ഞാൻ അകത്ത് പോയി ചോദിച്ചു, ഞാൻ അങ്ങനെ അച്ഛനെയും അമ്മേനെയും. യെസ് യു ക്യാൻ ഗോ എന്ന് പറഞ്ഞു. വന്നു, കോഴിക്കോട്ട് വന്ന് അച്ഛനെയും അമ്മേനെയും കാറിൽ അങ്ങനെ ഇവിടെ വന്നു. സ്വാമി 2 പ്രാവശ്യം എങ്ങനെയും ഇൻ്റർവ്യൂ തന്നിരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഓണം കഴിഞ്ഞാൽ പിന്നെ സ്വാമി സംസാരിച്ച ശേഷം അച്ഛനോടും അമ്മയോടും പറഞ്ഞു, ഇവനെ ഞാൻ കഴിഞ്ഞ മാസം തന്നെ 12 ദിവസം ഇവിടെ പിടിച്ചിരുത്തിയതാണ്, ദസറയ്ക്ക് വരാൻ മുടിയുമോ എന്ന് ചോദിച്ചു എന്നോട്. ഞാൻ ഒന്ന് വരാം സ്വാമി എന്ന് പറഞ്ഞു. എന്തായാലും എന്താ വരാൻ പോകണമെന്ന് അറിയില്ല. സ്വാമി ചോദിക്കണേ ഇതിപ്പോൾ ദസറയ്ക്ക് വരുമോ എന്ന് ചോദിച്ചു. ഞാൻ ഒന്ന് ഇവരെയൊക്കെ കൂട്ടിയിട്ട് വരാൻ തോന്നിയെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങളെ മടങ്ങി ഇത് കഴിഞ്ഞാൽ വന്നു. ദസറയ്ക്ക് അകത്ത് പോയി ആദ്യം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ദസറയ്ക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ഒക്ടോബറിലാണ്. ദസറയ്ക്ക് വന്നു. ദസറയും ആദ്യം ഇവിടേക്ക് വന്നു. ആ സമയത്തൊക്കെ എനിക്ക് ആകെ മാസത്തിൽ ഒരു ദിവസമേ പണിയുള്ളൂ. ശമ്പളം മേടിക്കുക എന്നുള്ളൊരു പണി മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. വേറെ പണിയൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും വല്ല സഹായിച്ചു കൊടുക്കുക എന്നല്ലാതെ. പക്ഷെ അതൊരു അത്യത്ഭുതമായിട്ടാണ് അതിപ്പോഴും തോന്നുന്നത്. ദസറയ്ക്ക് വന്നതിന് ശേഷം ദസറ കഴിഞ്ഞിട്ട് ഞങ്ങൾ മടങ്ങി സ്വാമിയുടെ പെർമിഷൻ ചോദിച്ചിട്ടേ പോകാറുള്ളൂ. ചോദിച്ചപ്പോൾ പറഞ്ഞു, നെക്സ്റ്റ് മന്ത് നവംബർ 3 തിരിയും സ്വാമി വരാൻ സ്വാമി പറഞ്ഞു. ഇല്ല, അവനക്ക് ലീവ് വന്നാൽ പോലും ഇല്ലാട്ടാ വേട്ടാന്ന് പറഞ്ഞു സ്വാമി. ഞാൻ പറഞ്ഞു, വരാ സ്വാമി, എന്ത് ലീവാണ് നമുക്ക്, സ്വാമിയോട് ഒന്നും പറയാൻ പറ്റില്ല. അവിടെ പോയി പറഞ്ഞു. ഇതേമാതിരി തന്നെ നവംബറിലും വന്നു. ഇത് കഴിഞ്ഞ് ജനുവരിയിലും വന്നു. പക്ഷെ ഈ സമയത്തൊന്നും എനിക്ക് ഒന്നും ആയിട്ടില്ല, പോകാനും പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് മാർച്ചിലാണ് തോന്നുന്നുണ്ട്, എന്നെ വിളിച്ചു. ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് കയ്യിൽ തന്നു. ഇനി അനുഗ്രഹം മേടിക്കണം, മറ്റേതും പറഞ്ഞ് ഇനി ഇരിക്കരുത്. യു ഹാവ് ട്രാൻസ്ഫർ ടു കൊച്ചിൻ, നോട്ട് ബെല്ലാരി,
go to your native place and take charge of that. I am transferring that gentleman to Goa. അങ്ങനെ എന്തോ പറഞ്ഞു എന്നോട്. ഇനി ഫ്ലൈറ്റ് ടിക്കറ്റ് വാങ്ങി അവിടെ വെച്ചിരിക്കുക, മറ്റന്നാൾ പോകണമെന്ന് പറഞ്ഞു. പിന്നെ നിൻ്റെ സാമാനമൊക്കെ അത് പിന്നെ 1-2 മാസം കഴിഞ്ഞിട്ട് വന്നോളൂ. ദെൻ കമ്പനി ക്വാർട്ടേഴ്സ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ സ്വാമി, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിരുന്നില്ല 73. ആ ഒരു സമയത്ത് സ്വാമി അച്ഛനോടും അമ്മയോടും പറഞ്ഞിരുന്നു, ഇവർ മാരേജ് ഒന്നും ആവല്ലേ ഇവരുടെ ഒന്നും, ഞങ്ങളുടെ 3 ആളുടെയും. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്താ എനിക്ക് ശമ്പളം കിട്ടണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അത്രയേ ഉള്ളൂ, വളരെ കുറച്ച് ശമ്പളമേ ഉള്ളൂ. അതൊന്നും ഇത് ഈ കല്യാണത്തിനെ പറ്റിയിട്ടൊന്നും നമുക്കൊന്നും ആലോചിക്കാനുള്ളതൊന്നുമില്ല, അതിനൊന്നും ഇല്ലേനും. മറ്റേ ആളോടും ചോദിച്ചു, 3 ആളോടും ചോദിച്ചു. അപ്പോൾ അതിലൊരാൾ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവാണ്. അപ്പോൾ അയാൾക്ക് ശമ്പളത്തിനേക്കാൾ അധികം ഈ ഡെയിലി ബാറ്റ അങ്ങനെ എന്തൊക്കെയുണ്ട്, അവിടെ പോകാനും ഇവിടെ പോകാനും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ആ ശമ്പളം മാത്രമേ ഇയാൾ പറഞ്ഞുള്ളൂ. കള്ളം പറയണം സ്വാമി പറഞ്ഞു, നിനക്ക് അതിനേക്കാൾ ജാസ്തി കിട്ടുന്നുണ്ട്, ഇവരെക്കാളൊക്കെ ജാസ്തി കിട്ടുന്നുണ്ട്. ഇല്ല സ്വാമി, അത് ബാറ്റ അല്ല, നിനക്ക് എത്ര മാസം കിട്ടണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്, അതാ നീ പറയും. നോക്കൂ, സ്വന്തം ഒരു ഫാമിലി മെമ്പറുടെ മാതിരി തന്നെ. അപ്പോൾ സ്വാമി പറഞ്ഞു, ഇതൊന്നും കിട്ടിയാൽ പോരാ, ഇതൊക്കെ കൊണ്ട് എങ്ങനെയാണ് ഫാമിലി കഴിയണം സ്വാമി, ഞങ്ങൾക്ക് ഇതാണ്. ഇല്ല അതല്ല സ്വാമിയെ പണ്ടേ. അപ്പോൾ സ്വാമി എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ ഓടി നടക്കൊന്നും വേണ്ട, നിനക്കുള്ള ഞാൻ സെലക്ട് ചെയ്യാം, ഞാൻ സെലക്ട് ചെയ്തോളാം, എന്നിട്ട് ഒക്കെ ഞാൻ ശരിയായി തരാം. ഈ പൊസിഷനിലും ഇതിലൊന്നും പോരാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അധികം താമസിക്കാതാണ് എനിക്ക് മാനേജർ പോസ്റ്റ് കിട്ടിയത്. അവിടെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ പേർക്സാണ് ഒരുപാട്. കമ്പനി ക്വാർട്ടേഴ്സ്, നല്ല ക്വാർട്ടേഴ്സ്, അതുകൂടാതെ കാറ്, ഡ്രൈവർ, പിന്നെ എല്ലാം ന്യൂസ് പേപ്പർ, ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ കിട്ടിയിട്ടാണ് എനിക്ക് അവിടെ പോയത്. അപ്പോൾ പിന്നെ സ്വാമി ആ ലെവലിൽ എത്തിച്ചു. അപ്പോൾ അവിടെ പോയി ജോയിൻ ചെയ്തു, അവിടെ വർക്ക് തുടങ്ങി. പിന്നെ കൊച്ചിയിൽ നിന്നായിരുന്നു. നെക്സ്റ്റ് ഒരു ഇൻസിഡൻറ്റ്, കോഴിക്കോട് അടുത്ത് ശ്രീശൈലം, എല്ലാവർക്കും അറിയുണ്ടാവും, അവിടെ സ്കൂളൊക്കെ തുടങ്ങാനുള്ള ഇതിൻ്റെ തുടക്കത്തിൽ അതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ഇടാൻ വേണ്ടിയിട്ട് സ്വാമി ഊട്ടിയിൽ കുട്ടികൾ സ്കൂളുണ്ട്. ഊട്ടിയിൽ ഉള്ള സമയത്ത് കോഴിക്കോട്ടേക്ക് വന്ന് ഈ ശ്രീശൈലത്തിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടാൻ തക്കണം എന്നുള്ളൊരു പ്രോഗ്രാം സ്വാമി ഫൈനലൈസ് ചെയ്തിരുന്നു. അപ്പോൾ അതിലെന്തായിരുന്നു വെച്ചാൽ, അവിടുത്തെ ശ്രീശൈലം പ്രോഗ്രാം കഴിഞ്ഞാൽ സ്വാമി നേരെ കോഴിക്കോട്ട് ഞങ്ങളുടെ തറവാട്ടിലേക്ക് വരിക എന്നാണ് വെച്ചിരുന്നത്. അപ്പോൾ കുറച്ച് കുട്ടികളും ഉണ്ടായിരുന്നു, സ്വാമിയുടെ കൂടെ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ഫംഗ്ഷൻ അവിടെ കഴിഞ്ഞ് മഴയൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ ഇടയിൽ പുറത്ത് വെച്ചിട്ടായിരുന്നു. മഴയൊക്കെ എല്ലാവരും കൊണ്ടു. സ്വാമി എത്തുന്നതിൻ്റെ ഞങ്ങൾ എത്തണമല്ലോ, വീട്ടിലെത്തണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഏട്ടനും ഞങ്ങളൊക്കെ പാടെത്തി.